The official launch is done. Now with Nicola Vimal. രണ്ടുപേര് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ഭാവനയെ ഞാൻ ക്ഷണിക്കുകയാണ് ഈ വേദിയിലേക്ക് ഈ സംരംഭത്തിൽ നിങ്ങളുടെ കൂടെ പങ്കാളിയായിട്ട് കൂടെ ജോയിൻ ചെയ്യാനായിട്ട്. അതോടൊപ്പം തന്നെ നിഖില വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഒരു പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, ഒരു മലയാളിക്കും ഇവർ രണ്ടുപേരും ഒരു ഗംഭീര കൈയടിയോടുകൂടി ഇവരെല്ലാവരും വേദിയിലേക്ക് സ്വാഗതം ചെയ്യണം. അതോടൊപ്പം തന്നെ ഇതിന്റെ കൂടെ സാന്നിധ്യമായിട്ട്, കാര്യം ഇതിന്റെ ഡയറക്ടർ ബോർഡ് മെമ്പേഴ്സ് എൻ്റെ ആദ്യം പറഞ്ഞ മെയിൻ കാര്യം ഞങ്ങളെ കൊണ്ട് സംസാരിപ്പിക്കരുത് എന്നതാണ് അവർ പറഞ്ഞ മെയിൻ ഒരേ ഒരു ആവശ്യമാണ്. അപ്പം എന്നാലും അവരുടെ ഒരു പ്രസൻസ് ഇവിടെ ഉണ്ടാവണമെന്ന് ആഗ്രഹം ഉള്ളതുകൊണ്ട് നല്ലൊരു കൈയ്യടിയോടെ നമ്മൾ ഓരോരുത്തരെയും വിളിക്കാം. ഇതിന്റെ സാരഥികളാണ് അവര്. ശ്രീ ടിപ്പു ഷാൻ, ഒരു ഗംഭീര കൈയ്യടി. ശ്രീ സുബിൻ കെ, ശ്രീ നൈസാൻ, ശ്രീ ഷാജഹാൻ, ശ്രീ അംറാസ് അമീൻ. വോക്കാസ് കൾച്ചറിന്റെ ഡയറക്ടർ ബോർഡിലെ മെമ്പേഴ്സ് ആണ് ഇവിടെ എല്ലാവരും. കുറച്ചും കൂടെ ഉഷാറായിട്ടുള്ള കൈയ്യടിയാവും. എല്ലാവരുടെയും ഫോൺ ഉള്ളതായിരിക്കും കൈയ്യടി. അപ്പം നമുക്ക് ഇവരെല്ലാവരും രണ്ടു വാക്ക് സംസാരിക്കാൻ അവർക്ക് പാടായതുകൊണ്ട് ഇവർക്ക് എല്ലാവർക്കും കൂടെ വേണ്ടി ഈ സദസ്സിലേക്ക് നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യിക്കണം. ഒരു ഗംഭീര കാര്യം. താങ്ക് യു എവരിവൺ, താങ്ക് യു സോ മച്ച്. ഇനി ഇതിനകത്ത് രസമുള്ള സംഭവമല്ല, ഞാൻ ഭയങ്കര കാഷ്വലായിട്ടൊക്കെ സംസാരിക്കണം. നിങ്ങളെല്ലാവരും വിചാരിച്ച സുരേഷ് ഏട്ടൻ ഇവിടെ വന്ന് ഉദ്ഘാടനം ചെയ്ത് അതിനകത്തൊരു ഇതായിരിക്കും വിചാരിച്ച ഇത് മൊത്തം പൊളിച്ചതും സുരേഷ് ഏട്ടൻ തന്നെയാണ്. അത് വീട്ടിലുള്ള സ്ത്രീകളിൽ നിന്ന് തന്നെ ഇത് മതി എന്നുള്ളൊരു റിക്വസ്റ്റ് കൂടെ സുരേഷിലെന്നാണ് വന്നത്. അടുത്തതായിട്ട് I would like to call upon a very special guest.
is very special in so many things like I mean, നമ്മളുമായിട്ട് ഏറ്റവും അടുത്ത ഉള്ള ഒരാളാണ്. വർഷങ്ങളായിട്ട് നമ്മളായിട്ട് ഏറ്റവും അടുത്ത് ഇടപഴകുന്ന ഒരാളാണ്. ചിലപ്പോൾ നേരിട്ട് സംസാരിക്കാൻ എല്ലാവർക്കും പറ്റാറില്ലെങ്കിൽ ടെലിവിഷനിലൂടെയോ സിനിമകളിലൂടെയോ ദൃശ്യമാധ്യമങ്ങളിലൂടെയൊക്കെ നിങ്ങളുമായിട്ട് സംവദിക്കാറുണ്ട്. റിയാലിറ്റി ഷോകളിലൂടെ സംവദിക്കാറുണ്ട്. എത്രയോ ഡിക്കേറ്റ്സ് ആയിട്ട് മലയാള സിനിമയുമായിട്ട് അദ്ദേഹം ഡയറക്ട്ലി നിങ്ങളുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഡെസിഗ്നേഷനും അദ്ദേഹത്തിന് കുറെ പ്രിഫിക്സസ് ഉണ്ട്. അത് നമുക്ക് എല്ലാവർക്കും അഭിമാനം തരുന്ന കുറച്ച് പ്രിഫിക്സസ് ആണ്. അത് മറ്റൊന്നുമല്ല, Honorable Center Minister of Petroleum, Natural Gas and Tourism of India, ladies and gentlemen, boys and girls, I would like to welcome the one and only. He will be a circular minister for all of us, but above all, he's our superstar of all time, for all seasons. I would like to welcome on Sri Suresh Gopi sir to this dais. മലയാളികളുടെ പ്രിയപ്പെട്ട ശ്രീ സുരേഷ് ഗോപിയെ ഒരുപക്ഷെ ഒരു കേന്ദ്രമന്ത്രി ലോകത്ത് ഒരു മലയാളിക്ക് ഏട്ട എന്ന് വിളിക്കാൻ ധൈര്യത്തോടെ പറ്റുന്ന ഒരു കേന്ദ്രമന്ത്രിയെ പ്രിയപ്പെട്ട ശ്രീ സുരേഷ് ഗോപി സാറിന്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ആദ്യമായിട്ട് വെക്കാസ്റ്റേ കൾച്ചറിന്റെ ഇതിന്റെ ഒരു പാക്കേജ്, ഈ ഒരു എന്താ പറയുക ഹോളിഡേ പാക്കേജിന്റെ ഉദ്ഘാടനം, അതിന്റെ ഒരു ലോഞ്ച്, ആ ഒരു പാക്കേജിന്റെ ലോഞ്ചാണ് സുരേഷ് ചേട്ടനുണ്ട് ചെയ്യുന്നത്. അപ്പോൾ അതെന്താണെന്നുള്ളത് നിങ്ങൾക്ക് പലർക്കും അറിയില്ലായിരിക്കും, എന്തൊക്കെയാണ് അതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നമുക്കത് ആ സർപ്രൈസ് ചെയ്യാൻ നോക്കാം. നമ്മൾ അതിലേക്കാണ് പോകാൻ. എന്നിട്ട് നമുക്ക് സുരേഷ് സാറിന്റെ വാർത്തകളിലേക്ക് പോകാം. റിമോട്ട് for that launch വേണ്ടിയിട്ടുള്ള റെഡിയാണോ? അതായത് ഞാൻ എന്റെ മനസ്സിൽ ഒരു ഹോളിഡേ പാക്ക് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കടന്നു ചെയ്യാനെങ്കിൽ ഒരു മിനിമം 50,000 അല്ലെങ്കിൽ 1 lakh ഒരു പാക്കേജ് ഒക്കെ ആയിരിക്കും ടൂർ പാക്കേജ് എന്നൊക്കെ വരുന്നത്. ഇവിടെ അറൌണ്ട് 9,900 പ്ലസ് GST ഒരു ടൂർ പാക്കേജുമായിട്ടാണ് വർക്കിംഗ് കൾച്ചർ വന്നിരിക്കുന്നത്. ലോഞ്ച് ചെയ്തിരിക്കുകയാണ് സുരേഷ്. പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് ടൂറിസം മന്ത്രി കൂടിയാണ്. ടൂറിസത്തുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള കേരളത്തിലെ പല പല കാര്യങ്ങൾ ഒരുപക്ഷെ നമ്മളെ കണക്ക് ഏറ്റവും കൂടുതൽ അറിയാവുന്ന ഒരാളാണ്. അപ്പോൾ നമുക്ക് സുരേഷിൽ നിന്ന് തന്നെ കേൾക്കാം. ഈ പാക്കേജ് ഞാൻ മനസ്സിലാക്കി വെച്ചത്, ഈ പാക്കേജ് 9,999 എന്നുള്ള പാക്കേജ് 3 വർഷത്തേക്കുള്ള പാക്കേജാണ്. 3 വർഷത്തേക്കുള്ള പാക്കേജാണ്. അത് കപ്പിൾസ് ആയിട്ട് അങ്ങനെ പാക്കേജ് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഫാമിലി ആയിട്ട് പാക്കേജ് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അതിന് 9,999 പ്ലസ് GST ആണ് അതിന്റെ ടോട്ടൽ എമൗണ്ട്. ഒരു വർഷത്തില് 3 പ്രാവശ്യം നിങ്ങൾക്ക് ഈ ട്രിപ്സ് ട്രാവൽ അവൈൽ ചെയ്യാം. അതിൽ പാസോ വയനാട്, ഊട്ടി, മൂന്നാർ ഈ സ്ഥലങ്ങളിലാണ് അവർ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അവിടെയാണ് അവർക്ക് ഉള്ള റിസോഴ്സ് കണക്ട് ചെയ്തിട്ടുള്ളത്. ഓരോ വർഷവും ഈ പാക്കേജ് ചെയ്യാം. ഇത് 3 years ആണ് ഇതിന്റെ വാലിഡിറ്റി. ഇതാണ് ഈ പർട്ടിക്കുലർ വെക്കാസ്റ്റേ കൾച്ചറിന്റെ പാക്കേജിന്റെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു പക്ഷേ ഇതൊരു തുടക്കമായിരിക്കാം. ഇതിൽ നിന്ന് പുതിയ ഇതിലോട്ട് വരും തീർച്ചയായും. Good evening. Namaskaram. Sami, Bhavana, latest sensation. എല്ലാവർക്കും നമസ്കാരം. രവിചേട്ടൻ, ഈ കമ്പനിയുടെ ഡയറക്ടേഴ്സ്, പുതിയ കോൺസെപ്റ്റാണ്. പക്ഷെ ഇതിനോട് തുല്യമായ കോൺസെപ്റ്റ് നമുക്ക് ഇതിന് വേണ്ടി പല ഹോളിഡേയ്സ് അല്ല, ഏതായാലും മഹീന്ദ്ര ഹോളിഡേയ്സ് ഏതാണ്ട് ഇതിനോട് സാമ്യമുള്ള ഒരു പദ്ധതിയാണെങ്കിലും
റേഞ്ചിനും ഒരു പാക്കേജിനും ഒരു ഘനമുണ്ട്. അതനുസരിച്ച് ഇത് 22 വർഷം 24 വർഷം മുമ്പുള്ള ഒരു അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ നേരിട്ടുണ്ട് പണം നൽകി ഭാഗമാണ് കഴിഞ്ഞ ഒരു സിനിമാ താരം എന്ന നിലയ്ക്ക് ഞാൻ എൻ്റെ അനുഭവം പങ്കുവച്ചതാണ്. പക്ഷെ ഇന്ന് ടൂറിസത്തിന്റെ ഒരു സ്കേപ്പിംഗ് എന്ന് പറയുന്നത് അണ്ടപ്പടലം മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടം. ഇത് കഴിഞ്ഞ ഒരു 4 വർഷമായിട്ട് വിഭാവനം ചെയ്തതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഒരുപക്ഷെ കണ്ടു മടുത്തു പോകും. കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ പറയുകയാണെങ്കിൽ ടൂറിസം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് കുമരക, കോവളം, വർക്കല, അതുപോലെ നോർത്തിലേക്ക് വിട്ടുകഴിഞ്ഞാൽ ബേക്കൽ, ഇങ്ങനെ കുറേ മോഡ്യൂൾസ്. പക്ഷെ ആ മോഡ്യൂൾസ് എല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെ ഡെസ്റ്റിനേഷൻ ബിയോണ്ട് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്ന ഒരു സമ്പ്രദായം രൂപവൽക്കരിച്ച് അതിന്റെ ശക്തമായ ഒരു നടത്തിപ്പിന്റെ പ്രയാണത്തിലാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഗോവയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ബീച്ച് ടൂറിസത്തിന്റെ കാര്യത്തിൽ ഏറ്റവും ഉത്തമ ശൃംഖത്തിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് ഗോവ. ഗോവയിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നത് ഡെസ്റ്റിനേഷൻ ബിയോണ്ട് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്ന പദ്ധതിയുടെ കീഴിൽ ഡെസ്റ്റിനേഷൻ ബിയോണ്ട് ബീച്ചസ് അവരുടെ ഒരു ട്രജക്ടറിയിൽ ഉണ്ടാവും, പക്ഷെ അവരുടെ പ്രൊജക്ഷൻസിൽ ഉണ്ടാവില്ല. എന്താണ് ഗോവയിൽ ബീച്ചസ് അല്ലാത്ത പുതിയ അനുഭവങ്ങൾ നിങ്ങൾക്ക് സമ്മാനിക്കാൻ സാധിക്കുന്നത്? ഇതൊരു പക്ഷെ വർഷങ്ങളായി നമുക്ക് ഇൻബൗണ്ട് ടൂറിസം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇന്റർനാഷണൽ ടൂറിസത്തിന്റെ ഭാഗമായിട്ട് ഇന്ത്യ ഈ മാപ്പിൽ ഏറ്റവും ഉയരങ്ങളിൽ നിന്നാണ്. കോവിഡിന് ഒരുപക്ഷെ കീഴ്പ്പെട്ട് നമുക്കൊരു വീഴ്ച ഉണ്ടായെങ്കിൽ അതിൽ നിന്ന് വളരെ വ്യക്തതയോടെ വളരെ വേഗത്തിൽ ആണ് മുന്നിലേക്ക് വരുന്നത്. പുതിയ കോമ്പറ്റീറ്റേഴ്സും ഇപ്പോൾ ഈ ഇൻഡസ്ട്രിയിലേക്ക് വന്നിട്ടുണ്ട്. ജർക്കി പോലെയുള്ള തായ്ലൻഡ്, അവരുടെ ബാങ്കോക്ക് ടൂറിസം സ്കെയിൽ അപ്പ് ചെയ്തു. ഈ പറയുന്ന പുതിയ പ്രോപ്പർട്ടീസ്, സ്വഭാവ സവിശേഷതകൾ ഓരോ തെരഞ്ഞെടുക്കപ്പെട്ട് അനുഭവിച്ച് കഴിഞ്ഞിരിക്കുന്ന ഡെസ്റ്റിനേഷൻസിൽ പോലും പുതിയ സ്വഭാവ സവിശേഷതകൾ ചേർക്കുക. ഹോം സ്റ്റേസ് എന്ന് പറയുന്ന പുതിയ സമ്പ്രദായം വന്നിട്ടുണ്ട്. ഫേവറേറ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്ന ഒരു സമ്പ്രദായമാണ്. ബഹുമാനിയനായ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ സ്വപ്ന പദ്ധതിയായിരുന്നു. അതും ശക്തമായിട്ട് നിങ്ങൾക്ക് തന്നെ വോട്ട് ചെയ്യുന്നത്. ഞാൻ ഇവിടെ ഉള്ള സുഹൃത്തുക്കളോടെല്ലാം പറയുകയാണ്, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡെസ്റ്റിനേഷനിലേക്ക് കേരളത്തിലാണ് അതിനുവേണ്ടി വോട്ട് ചെയ്യും. അപ്പൊ ഇത് പരക്കെ ഇങ്ങനെ എന്തുകൊണ്ട് ഒരാൾ അല്ലെങ്കിൽ അതുപോലെ ഒരാൾ സൂചിപ്പിച്ചതിന്റെ പശ്ചാത്തലത്തിൽ ആ ഒരു ഡെസ്റ്റിനേഷന്റെ മഹത്വം വളരെ വിപുലമായി പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഒരു രാജ്യത്തിന്റെ ടൂറിസത്തിന്റെ ഗ്രോത്തിന് സഹായിക്കും. പരസ്യം 5-10 കോടി കൊടുത്ത് ഞങ്ങളെ പോലുള്ളവരെ കൊണ്ട് ചെയ്യിക്കാതെ നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ രാജ്യത്തിന്റെ സമ്പത്തിന്റെ പരസ്യക്കാർ നിങ്ങൾ തന്നെയായി മാറുന്ന ഫേവറേറ്റ് ഡെസ്റ്റിനേഷൻ. അങ്ങനെ ഒരുപാട് പുതിയ പദ്ധതികൾ വരുന്നുണ്ട്. മുദ്രാ ലോൺ 10 ലക്ഷത്തിൽ നിന്ന് 20 ലക്ഷം വരെ ആക്കിയതിന്റെ പശ്ചാത്തലത്തിൽ ടൂറിസത്തിലേക്ക് ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഇങ്ങനെ അഭികാമ്യത കൂടിയ ഡെസ്റ്റിനേഷനുകളിൽ കൺജഷൻ. അപ്പോൾ ഡീകൺജഷൻ എന്ന് പറയുന്നത് വലിയ സസ്റ്റൈനബിൾ ടൂറിസം എന്ന് പറയുന്ന വലിയൊരു മോഡലിൽ ആ സസ്റ്റൈനബിലിറ്റി അത് കാത്തു സൂക്ഷിക്കാൻ വേണ്ടി ഡീകൺജഷൻ. അപ്പോൾ സ്കാറ്റർ ചെയ്ത് പുതിയ ഡെസ്റ്റിനേഷൻസ് കണ്ടെത്തുക. അവിടെ ഒക്കെ ഈ മാരിയറ്റിന്റെയും ഹയാത്തിന്റെയും ഒക്കെ ഹോട്ടൽ വരണമെങ്കിൽ കാലങ്ങളെടുക്കും. ഇതൊന്നുമല്ലാതെ വെള്ളത്തിന്റെ ശുദ്ധജലം, അത് കുളിക്കാനും കഴുകാനും കുടിക്കാനുമായ, അതുപോലെ തന്നെ പവർ, ഇതിന്റെ എല്ലാം ഒരു ലഭ്യത ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ഡെസ്റ്റിനേഷൻസ് ഇങ്ങനെ സ്കാറ്റർ ചെയ്ത് റൺ ഓഫ് ദ മിൽ കൈൻഡ് ഓഫ് ഡെസ്റ്റിനേഷൻസ് എന്ന് പറയുന്ന ആ സ്കേപ്പ് പൊളിച്ചുകൊണ്ട് പുതിയ ആനന്ദം, ടൂറിസത്തിന്റെ പേരിൽ പുതിയ ആനന്ദത്തിനുള്ള തോപ്പ് നമുക്ക് നൽകാൻ സാധിക്കും.
മുദ്ര ലോൺ വഴി ഹോം സ്റ്റേസിനുള്ള പുതിയ ഈ രംഗത്ത് ഒരുപക്ഷെ കേറ്ററിംഗ് പാസ്സായി വരുന്ന ഒരു പറ്റം ചെറുപ്പക്കാർക്ക് ഹോം സ്റ്റേസ് എന്ന് പറയുന്ന സമ്പ്രദായത്തിലേക്ക് പങ്കാളികളാകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഞാൻ സത്യത്തിൽ അതുപോലെ ഒരു സമ്പ്രദായമായിട്ടാണ് ഈ 5 ചെറുപ്പക്കാരുടെ ഈ പ്രകാശ് കാണുന്നത്. ഇതും ഒരു ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് പോലെയാണ് വന്നിരിക്കുന്നത്. 5 പേരും ഇന്ത്യക്ക് പുറത്ത് പണിയെടുക്കുന്നവരാണ്. അവിടെ നല്ലതുപോലെ ഉഴച്ച് സമ്പാദിച്ച് പണം കൊണ്ടുവന്ന് സ്വന്തം രാജ്യത്ത് പുതിയൊരു സമ്പ്രദായം ടൂറിസം നടത്തുന്നതിന് വേണ്ടി അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്നതാണ് എന്നെ ഈ പരിപാടിയിലേക്ക് ആകർഷിക്കുന്ന ഏറ്റവും വലിയ ഫാക്ടർ. ഇതുപോലെയുള്ള പുതിയ ഇൻവെസ്റ്റേഴ്സ് വേണം, പുതിയ ടൂറിസം അനുഭവം നമുക്ക് സമ്മാനിക്കാൻ സാധിക്കണം. സ്റ്റേറ്റിൽ ഇന്ത്യൻ ടൂറിസത്തിന് ഒരുപാട് തിളക്കം നേടാൻ സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ. State should be here to stay. Thank you so much, Suresh Gobista. Thank you so much. ഈ ഒരു ചെറിയ സമയത്തിൽ തന്നെ ഒരു അത്രയും വലിയ ഇൻസൈറ്റ് ആയിട്ട് നമ്മുടെ ടൂറിസം എത്രമാത്രം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു, അതിൽ നമുക്ക് എന്തൊക്കെ റോളുണ്ട് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഇൻവെസ്റ്റേഴ്സിന് എന്തൊക്കെ റോളുണ്ട് ചെയ്യാനായിട്ട് സംസാരിച്ചത്. അതും കൂടി ഒന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു എനിക്കൊന്ന് ഗവൺമെന്റിന്റെ നോട്ട് അവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ഞാൻ പറഞ്ഞ എല്ലാം ഞാൻ ബുള്ളറ്റ് പോയിന്റ്സ് പോലെ പറഞ്ഞതേ ഡിസ്ക്രിപ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടേ ഇല്ല. പക്ഷെ മിക്കവാറും എല്ലാവർക്കും മനസ്സിലാക്കാൻ പാകത്തിൽ പറഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ കഴിഞ്ഞ നവംബർ 15 ടൂറിസത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കേന്ദ്രമന്ത്രി എന്ന് പറയുന്നത് ഇതൊരു സ്റ്റേറ്റ് സബ്ജക്റ്റ് കൂടിയാണ്. അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് മുന്നോട്ട് കൊണ്ടുവരുന്ന പ്രോജക്ട്സ് സാധ്യമാക്കി എടുക്കുന്നതിന് ഞങ്ങളുടെ പങ്കാളിത്തം എന്ന് പറയുന്നത് മാത്രമാണ് കേന്ദ്രമന്ത്രിയായാലും പ്രധാനമന്ത്രിയായാലും അതിനുള്ള കേൾക്കുകയുള്ളൂ. ഇത് കണ്ടെത്തി എനിക്കിത് താല്പര്യമുണ്ടെന്ന് അറിയിച്ച് സ്റ്റേറ്റ് ഗവൺമെന്റ് പ്രപ്പോസ് ചെയ്യുന്ന പ്രോജക്ട്സിൽ മാത്രമേ ഞങ്ങൾക്ക് കയ്യോ തടയോ തുറക്കാൻ സാധിക്കൂ. അങ്ങനെ സൂചിപ്പിച്ച് ഞാൻ ഈ നേരത്തെ പറഞ്ഞ ഡെസ്റ്റിനേഷൻ ബിയോണ്ട് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്ന ആ സ്റ്റേറ്റിനകത്ത് പെടുന്ന 2 പ്രോജക്റ്റുകളാണ് കേരളത്തിൽ നിന്ന് കേന്ദ്ര സർക്കാർ തിരഞ്ഞെടുത്തിട്ടുള്ളത്. അതിൻ്റെ DPR-ഉം അതിൻ്റെ പ്രോജക്റ്റ് റിപ്പോർട്ട് എല്ലാം വന്നു കഴിഞ്ഞു, അംഗീകരിച്ചു കഴിഞ്ഞു. 150+ ക്രോറിന് 2 പ്രോജക്ട്സാണ് കേരളത്തിലെ വടകരയിലെ സർഗാലയും കൊല്ലത്തെ അഷ്ടമുറിയിലെ ഇക്കോ ടൂറിസം 2 പ്രോജക്റ്റാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അനൗൺസ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഒരു ഒഫീഷ്യൽ അല്ലെങ്കിൽ അൺഒഫീഷ്യൽ ആയിട്ടുള്ള ഡിക്ലറേഷൻ ഈ വരുന്ന 21-ാം തീയതി വടകരയിലെ സർഗാലയ എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൽ വെച്ച് നടക്കുന്നതായിരിക്കും. So one more valuable piece of information. Thank you so much, Sureshida. Thank you so much. A round of applause for Suresh Govi, for taking time. And as he said, Wakase culture is here to stay. ഞാൻ അടുത്താഴ്ച വേദിയിലെ വിളിക്കാൻ ആഗ്രഹിക്കുന്ന ബഹുമാനപ്പെട്ട MLA ശ്രീ പി ബാലചന്ദ്രൻ സാറിനെയാണ് വേദിയിലേക്ക്. Moving on, Wakase culture logo launch ചെയ്യാനായിട്ട് അതിന്റെ പ്രിയപ്പെട്ട ഭാവനയെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. Wakase culture logo launch ചെയ്യുന്നത്
ഞാൻ പെട്ടെന്ന് ഫസ്റ്റ് സംസാരിക്കുന്നത് എനിക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന സംഭവമല്ലേ, ഈ കോമ്പിനേഷൻ നമ്മൾ സിനിമയിൽ ലാസ്റ്റ് കണ്ടിട്ടുണ്ടോ ഇല്ലെന്ന് പെട്ടെന്ന് ആലോചിച്ചു. ഞങ്ങൾ ചിന്താമണി 2020 കോമ്പിനേഷൻ ആയിരുന്നില്ല. സോ ഒരുപാട് നാളുകൾക്ക് ശേഷം സുരേഷൻ്റെ ഒരു പ്രോഗ്രാമിൽ വരികയാണ്. ഒരുപാട് സന്തോഷമായിരുന്നു. സുരേഷൻ്റെ പിന്നെ മോളുടെ കല്യാണത്തിന് എനിക്ക് പങ്കെടുക്കാൻ പറ്റില്ല, എനിക്ക് ഷൂട്ടിലായിരുന്നു, ഞാനിവിടെ ഉണ്ടായിരുന്നില്ല. സോ ഇപ്പോൾ കാണാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. പിന്നെ ഞാനും ഡിഗ്രിയും കൂടി സംസാരിക്കായിരുന്നു, ശരിക്കും വെക്കിംഗ് സ്റ്റേ ആണോ സ്റ്റേ ആണോ ഭയങ്കര കൺഫ്യൂഷനായിരുന്നു നിങ്ങൾ. പക്ഷേ ഇറ്റ്സ് എ നൈസ് കോൺസെപ്റ്റ്. നമ്മളെല്ലാവരും ഒരുപാട് സ്ട്രെസ്സും ഒരുപാട് ബിസി ആയിട്ടുള്ള ജീവിതത്തിലുള്ള ആൾക്കാരാണ്. സോ ഒരു ഡബിൾ നൈൻ പാക്കേജ് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു നമുക്ക് എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പാക്കേജാണ്, വെരി അട്രാക്റ്റീവ്. സോ ഇത് 3 വർഷത്തിൽ 3 സ്റ്റേ ആണ്. അതും ഇവർക്ക് ഒരുപാട് പ്രോജക്ട്സ് ഓൺഗോയിങ് ആണ്, ഓൾറെഡി തുടങ്ങിയിട്ടുള്ളതുണ്ട്. എല്ലാം നമുക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഡെസ്റ്റിനേഷൻസ് ആണ്. സോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇതൊരു എക്സ്പ്ലോറിങ് ഒരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിനൊരു അവസരം ഉണ്ടാക്കി. ഇപ്പോൾ കുറേ ഒത്തൻറ്റിക് ആയിട്ട് സുരക്ഷനെ സംസാരിച്ചു, നമ്മുടെ ടൂറിസം പറ്റി, നമ്മുടെ രാജ്യത്തിന് വേണ്ട ഡെവലപ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അതുപോലെ തന്നെ ഇതൊരു വലിയൊരു മൈൽ സ്റ്റോൺ ആവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. വെക്കാസ്റ്റയുടെ എല്ലാ ആൾക്കാർക്കും എൻ്റെ എല്ലാവിധ ആശംസകളും. ഇതൊരു വലിയ വിജയമായി തീരട്ടെ. താങ്ക് യു സോ മച്ച് ഫോർ ഇൻവൈറ്റിംഗ് മീ. ഇവിടെ ഇങ്ങനെ ഒരു ഇവൻറ്റിന് എനിക്ക് വരാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. ചിന്താമണിയിലെ നായകൻ എന്തെങ്കിലും പറയാമെന്ന് മനസ്സിലായി. ചിന്താമണിയില് നായകനാണെന്നല്ലോ, ഞങ്ങൾ എന്തൊന്നും കാണുന്നില്ല. ചിന്താമണി കുറെ കേസല്ലേ മരിച്ചു. അതെ ലൊക്കേഷനിൽ ഒപ്പിച്ചിട്ടുള്ള കോമ്പിനേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. ചിന്താമണി LK എന്ന സിക്വൽ വരുമ്പോൾ ഒരു വിഷമം അതിനകത്ത് മണ്ണടിക്ക് പോയത് ഇനിയിപ്പം ഭാവനയ്ക്ക് വരാൻ പറ്റത്തില്ല അല്ലേ? നമുക്ക് അന്നുണ്ടായിരുന്ന അനിയത്തിയാണെന്നൊക്കെ പറയുന്നത്, പക്ഷെ അതിനൊരു DNA ഒക്കെ ഒരു ചെറിയ പ്രശ്നമല്ലേ? മെയിൻലി ഉദ്ദേശിച്ചത് ആ ഒരു ലെജൻഡറി ക്യാരക്ടർ ആയ ലെഗസി ഇപ്പോഴും നമ്മുടെ കമ്മീഷൻ പോലെ തന്നെ വീണ്ടും കാണാൻ ആഗ്രഹിക്കുന്ന ഒരു ക്യാരക്ടർ കൂടിയാണ് അതില്. താങ്ക് യു ഭാവന. ഞാനിപ്പോൾ വേദിയിലേക്ക് വിളിക്കാൻ ആഗ്രഹിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം ഒരു ബ്രാൻഡ് പെട്ടെന്ന് നമ്മുടെ എന്റെ മനസ്സിൽ പെട്ടെന്ന് ഒരു ജ്വല്ലറിയോ സ്വർണമോ അല്ലെങ്കിൽ ലൈക്ക് സെലിബ്രേഷൻ വിത്ത് റിഗാർഡ് ടു എന്താ പറയാ ലൈക്ക് ക്ലോത്ത്സ് അങ്ങനെയൊക്കെ വരുമ്പോൾ പെട്ടെന്ന് മനസ്സിൽ വരുന്ന ഒരു ബ്രാൻഡുണ്ട്, ഒരു പേരുണ്ട്. അത് മച്ചാരുടെ TS Pattabhiraman സാറിന്റെ പേരാണ്. I would like to call upon Sri Pattabhiraman sir, the one man behind the Kalyan Group, to kindly come over. ഇത് ലെഗസി കാർഡ്, ഈ പെർട്ടിക്കുലർ പാക്കേജിന്റെ ഒരു കാർഡ് ഉണ്ട്. ആ കാർഡിന്റെ ലോഞ്ച് ആണ് എടുത്തത്. അതാണ് പട്ടാഭരമൻ സാർ ചെയ്യുന്നത്. അതിലേക്ക് നമ്മൾ പോവുകയാണ്. സോ ഇതിൽ രജിസ്റ്റർ ആവുന്ന എല്ലാവർക്കും ഈ കാർഡ് കിട്ടും. ദിസ് ഇസ് എ ലെഗസി കാർഡ് ഫോർ ദ പാക്കേജ്. മെമ്പറെ ഡിക്ലെയർ ആണ് എന്നുകൂടി അതിൽ കാണിച്ചിരിക്കുകയാണ്. നമുക്ക് പട്ടാഭരമൻ സാറിന് ബഹുമാനപ്പെട്ട നമ്മുടെ എല്ലാവരും സുഹൃത്തുകൂടിയായ കേന്ദ്രമന്ത്രി ശ്രീ ഗോപി, ഈ ഭാവന, വെക്കേസ്റ്റയുടെ പ്രൊമോട്ടർമാരെ, മറ്റ് സുഹൃത്തുക്കൾ, വളരെ സന്തോഷമുണ്ട് ഈ പുതിയ വെക്കേസ്റ്റെ ലോഞ്ചിൽ പങ്കെടുക്കാൻ സാധിച്ചു. തീർച്ചയായും ഇതൊരു വൻ വിജയമാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. വാസ്തവത്തിൽ കോവിഡ് കാലഘട്ടത്തിന് ശേഷം ആരും തന്നെ വീട്ടിലിരിക്കുന്നില്ല. എവരിബഡി വാണ്ട്സ് ടു ഗോ ആൻഡ് ദേ ആർ റെഡി ടു സ്പെൻഡ് മണി ഓൾസോ. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലായാലും പുറത്തു പോയാലും ഒരു റൂമോ അല്ലെങ്കിൽ നല്ലൊരു സ്റ്റേ അല്ലെങ്കിൽ ഹോട്ടൽ കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്.
കോവിഡിന് 3 സ്റ്റേ അങ്ങനെ 3 കൊല്ലം എന്ന് പറയുമ്പോൾ ഇവർ കണക്കൂട്ടിയത് 999 ആയാലും 2500 രൂപ വരുന്നു. അതെ, ഒരു 9 സ്റ്റേ എന്ന് പറയുമ്പോൾ 12,000 രൂപ വരുന്നു. അപ്പൊ അതിലൊരു കണക്ക് തെറ്റിയതാണോ ഒരു ഇനോഗ്രൽ ഓഫറാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും നല്ലൊരു ഓഫറാണ് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഒരു കാര്യം ബിസിനസ്മാൻ ഞാനൊന്ന് പറയാം, എന്ത് പരസ്യം ചെയ്താലും എത്ര സിനിമാ നടന്മാരും കേന്ദ്രമന്ത്രി വന്നാലും ജനങ്ങളിലേക്ക് എത്തണമെങ്കിൽ ഏറ്റവും വലിയ പരസ്യം മൗത്ത് പബ്ലിസിറ്റിയാണ്. ഇതിൽ പോയി വെക്കേഷനിൽ എൻജോയ് ചെയ്തിട്ടുള്ളവർക്ക് ഈ വെക്കേഷൻ നല്ലതാണെന്നും നല്ല സർവീസാണെന്നും നല്ല ഹോട്ടൽസ് ആയിരുന്നു എന്ന് തോന്നണമെങ്കിൽ അത് കയറി വരും. അതാണ് ഏറ്റവും വലിയ പബ്ലിസിറ്റി. മൗത്ത് പബ്ലിസിറ്റിയാണ് ഏറ്റവും വലിയ പബ്ലിസിറ്റി. ആ പബ്ലിസിറ്റി ആണ് എല്ലാവരെയും വിജയത്തിലെത്തിക്കുന്നത്. അങ്ങനെയാണ് നമ്മുടെ പ്രിയങ്കരനായ ഇന്നത്തെ കേന്ദ്രമന്ത്രി വലിയ വോട്ടിന് വിജയിച്ചത്. മൗത്ത് പബ്ലിസിറ്റി ആരൊക്കെ എന്തൊക്കെ എതിർപ്പ് പറഞ്ഞാലും അദ്ദേഹത്തിന് എല്ലാവരും എന്നോട് വിളിച്ചത്. അങ്ങനെയാണ് അദ്ദേഹം 77 വോട്ടിന് ജയിച്ചു എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യം. അത് തൃശ്ശൂർ. അതേമാതിരി ഈ വെക്കേഷൻ ജനങ്ങൾ പറഞ്ഞ് ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എന്നെ കൂടി ഈ ഫംഗ്ഷനിലേക്ക് ക്ഷണിച്ച സംഘാടകർക്ക് പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഓർക്കുന്നു. താങ്ക് യു സർ. നേരത്തെ പറഞ്ഞ ആ പാക്കേജിന്റെ ഒരു ഡീറ്റെയിൽസ് അത് 9,999 പ്ലസ് GST എന്ന് പറയുമ്പോൾ അത് 3 വർഷത്തേക്കാണ് പാക്കേജ്. അത് ഒരു വർഷത്തിൽ 3 സ്റ്റേ നിങ്ങൾക്ക് ചെയ്യാം. അങ്ങനെ ഓരോ വർഷവും ചെയ്ത് മൊത്തം 9 സ്റ്റേ ആണ് ഉള്ളത്. ഓക്കെ, അപ്പൊ അതൊരു എന്താ പറയാ, നേരത്തെ പറഞ്ഞതുപോലെ ഒരു മൗത്ത് പബ്ലിസിറ്റി കിട്ടുന്ന ഒരു പാക്കേജ് തന്നെയാണ് വക്കാസെ കൾച്ചർ എന്നുള്ള നിസ്സംശയം നമുക്ക് പറയാം. സോ നെക്സ്റ്റ് I would like to call upon, he's an actor, he's a director, he's a screenwriter, but I would love to call him as a soldier. Ladies and gentlemen, Major Ravi sir, round of applause please. വക്കാസെ കളക്ഷന്റെ ആപ്പിന്റെ ലോഞ്ച് ആണ് ഇവിടെ മേജർ രവി സർ ആദ്യം ചെയ്യാൻ പോകുന്നത്. So we're going to have the launch of the app. So official വക്കാസെ കളക്ഷന്റെ എന്താ പറയാ, ആൻഡ്രോയിഡ് ഫോൺ ഉള്ളവർക്കും ആപ്പിൾ ഉള്ളവർക്കും എല്ലാവർക്കും വേണ്ടിയുള്ള ആപ്സ് ആണ്. You can just start downloading it and get connected to them. And always. Honorable Minister, my brothers, Guru, Swamiji, Paus, and you too. Anyway, ladies and gentlemen, ഭാവന ഒരു സംശയം പറഞ്ഞിരുന്നു, വെക്കാസ്റ്റിയാണോ വെക്കേസ്റ്റിയാണോ? I think it is vacation stay, but it sounds when you say vacasti, you know, rather than saying vacasti, it will be better if we say vacasti. Right? So we decided to call it as vacasti. Anyway, I'm a person, ഞാൻ കുറേ ട്രാവൽ ചെയ്യുന്ന വ്യക്തിയാണ്. അത് പൈസ കൊടുക്കാത്തത് കുറേ ട്രാവൽ ചെയ്തിട്ടുണ്ട്. കാരണം പട്ടാളത്തിലായതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എത്തിപ്പെടാൻ പറ്റാത്ത പല സ്ഥലങ്ങളിലും ഞാൻ എത്തിപ്പെട്ടിട്ടുണ്ട്. When you travel and enjoy your vacations, that's the time your BP becomes normal. You are in a different positive vibe. You don't think anything negative. You're just enjoying. So this youngsters, this venture, ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് കറക്റ്റായിട്ട് യൂസ് ചെയ്യും. പലപ്പോഴും എന്താ ചെയ്യാൻ ഗവൺമെന്റ് രക്ഷപ്പെടും. But then because of the busy schedule of our life, നമുക്ക് പലപ്പോഴും പോകാൻ പറ്റാതെയാണ്. പക്ഷേ എങ്കിലും I am ready to take the membership since Nikhila happened to be the brand ambassador.
You're the brand ambassador. ഇതിന് ഒരു ചെറിയൊരു സർപ്രൈസും കൂടെ ഇവർക്ക് ഈ 5 ചെറുപ്പക്കാരുടെ ചെയ്ത് തന്നിട്ടുണ്ട്. സർപ്രൈസ് എന്താണെന്നുള്ളത് നിങ്ങളെ പോലെ തന്നെ എനിക്കും അറിയാൻ ആഗ്രഹമുണ്ട്. പക്ഷെ ഒരു വലിയ സർപ്രൈസ് ആണ്. ആ സർപ്രൈസ് എനിക്കൊന്നും അറിയില്ല അത് എന്താണെന്നുള്ളത് കാണിക്കും. പക്ഷെ സർപ്രൈസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. ലൈക്ക് എന്താണ് സർപ്രൈസ് എന്ന് നോക്കട്ടെ. That's the first purchase of this card, the legacy card. ആ പാക്കേജിന്റെ Nicola Weber from the director for Handbooks of Bombastic Culture. നിങ്ങളിലേക്ക് പോകുന്നതിന് ഒരു ചെറിയൊരു സർപ്രൈസും കൂടെ ഇവർ ഈ 5 ചെറുപ്പക്കാരുടെ ചെയ്ത് തന്നിട്ടുണ്ട്. സർപ്രൈസ് എന്താണെന്നുള്ളത് നിങ്ങളെ പോലെ തന്നെ എനിക്കും അറിയാൻ ആഗ്രഹമുണ്ട്. പക്ഷെ ഒരു വലിയ സർപ്രൈസ് ആണ്. ആ സർപ്രൈസ് എനിക്കൊന്നും അറിയില്ല അത് എന്താണെന്നുള്ളത് കാണിക്കും. പക്ഷെ സർപ്രൈസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. ലൈക്ക് എന്താണ് സർപ്രൈസ് എന്ന് നോക്കട്ടെ. എന്നിട്ട് ഞാൻ എന്റെ ഡീറ്റെയിൽ പറയാം. അറിയിപ്പ് ചെയ്യുകയാണ്. ആദ്യമായിട്ട് രജിസ്റ്റർ ചെയ്യുന്ന 5000 പേരിൽ നറുക്കെട്ട് കിട്ടുന്ന ഒരു വിജയ്ക്ക് അതായത് ആദ്യം 5000 രജിസ്റ്റർ ചെയ്യുന്നവരിൽ ലക്കി ടിപ്പില് ഒരാൾക്ക് താർ ബോക്സ് കൊണ്ടുപോകാം. നിങ്ങൾക്ക് ലൈസൻസ് കിട്ടിയിട്ടുണ്ട്. സെറ്റ് എല്ലാവർക്കും നമസ്കാരം. വേദിയിൽ നിൽക്കുന്ന എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുരേഷേട്ടൻ, ചേച്ചി, രചാരം, ഇവരുടെ എല്ലാവരുടെയും കൂടെ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഒരു ഇവൻറ്റിൽ ചേച്ചി ഞാൻ ഇവൻറ്റിൽ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷെ ആദ്യമായിട്ടുള്ള ഇവൻറ്റിൽ ഞാൻ ഇവരുടെ കൂടെ പങ്കെടുത്തിട്ടുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട്. പക്കാ സ്റ്റേ എന്നാണ് ഞങ്ങൾ പറഞ്ഞതെങ്കിലും മുതലാളിമാരുടെ ആഗ്രഹം വെക്കേ സ്റ്റേ എന്നായിരുന്നു. അപ്പോൾ വെക്കേ സ്റ്റേ എന്ന് പറഞ്ഞാണ് ഞാൻ പറയാം. നമുക്ക് എല്ലാവർക്കും യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണ്. നമ്മുടെ ബിസി ലൈഫിൽ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സമയങ്ങളിലൊക്കെ യാത്ര നമ്മളെ എനർജൈസ് ചെയ്യും, നമ്മളെ റിഫ്രഷ് ചെയ്യാനും ഒക്കെ സഹായിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എപ്പോഴും യാത്ര ചെയ്യുമ്പോൾ എപ്പോഴും ഉള്ളൊരു പ്രശ്നമാണ് ഈ ബഡ്ജറ്റിൻ്റെ പ്രശ്നം. നമ്മളൊരു ഫാമിലിയിലൊക്കെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരു 4 പേര് പോവുക അല്ലെങ്കിൽ ഒരു ട്രിപ്പ് പോവുക എന്നൊക്കെ പറയുമ്പോൾ തന്നെ വലിയൊരു എമൗണ്ട് ചിലവാകും. ഒരു വർഷത്തിൽ ഇത്രയും പൈസ ചിലവാക്കുക എന്നൊക്കെ പറയുന്നത് ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയൊക്കെ സംബന്ധിച്ച് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. അപ്പം അങ്ങനെയുള്ള ഒരു സമയത്താണ് വെക്കേഷൻ ഇങ്ങനെ ഒരു ഓഫർ കൊടുക്കുന്നത്, ലോഞ്ചിങ് ഓഫർ എന്നുള്ള രീതിയിൽ 999 rupees എന്നാണ് ഈ സ്റ്റേ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നത്. ഇതിൽ 3 വർഷത്തിൽ 9 സ്റ്റേ ആണ്. അത് ഒരു വർഷത്തിൽ 3 വർഷത്തിൽ 9 സ്റ്റേ ആണെങ്കിൽ ഒരു വർഷത്തിൽ 3 സ്റ്റേ എടുക്കാൻ പറ്റും. അത് മാത്രമല്ല നിങ്ങൾക്ക് ഇതിൻ്റെ ഇത് നമുക്ക് അവെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരുടെ തന്നെ ആപ്പ് ഉണ്ട്, ആപ്പ് ത്രൂ അവെയിൽ ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ എല്ലാ തരത്തിലും നിങ്ങൾക്ക് വളരെ ഫ്രണ്ട്ലി, യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ഇതാണ് അവർ കൊടുക്കുന്നത്. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് ഇനി ഇത് എടുക്കാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ ഒരു ഓഫർ ഉള്ള സ്ഥിതിക്ക് ഒരുപാട് പേര് ഞാൻ ചോദിച്ചു നേരത്തെ ഇത് Airbnb-ലോ അല്ലെങ്കിൽ ബുക്ക് മൈ ഷോപ്പിലൊന്നും ഇടുന്നില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഈ സ്റ്റേ ഓൾറെഡി ഒരുപാട് പേര് എടുത്തു. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് എനിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്വന്തമായിട്ട് ആപ്പ് ഡെവലപ്പ് ചെയ്ത് ഇതുപോലൊരു ലോഞ്ച് നടത്തി ഒരു 5 പേര് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ സുരേഷൊക്കെ പറഞ്ഞ ടൂറിസത്തിന് വേണ്ടിയിട്ട് പുറത്ത് വർക്ക് ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നത് വലിയ സന്തോഷവും അഭിമാനമുള്ള കാര്യമാണ്. അപ്പം ഇവർക്ക് എല്ലാവരുടെ ആശംസകളും നേടുന്നു. ഇനിയും ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ മെമ്പറാണ്. അതുപോലെ എനിക്ക് ശേഷം വരുന്ന 5000 പേരിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുത്ത് അവർക്ക് താറ് കൊടുക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സാധ്യത മുന്നിലുണ്ട്. നിങ്ങൾ 6 വേണമെങ്കിലും ആവാം. നിങ്ങൾക്ക് വെക്കേഷനും എൻജോയ് ചെയ്യാം, ഇനി നിങ്ങൾക്ക് ഒരു താറിലും പോകാൻ പറ്റും. അപ്പോൾ എല്ലാവരുടെ ആശംസകളും ഓൾ ദി ബെസ്റ്റ്. അതായത് ഇനി 5000 ഇല്ല, ഇനി 4999 ഉള്ളൂ. ഒരെണ്ണം ഓൾറെഡി പോയി. പക്ഷെ എടുത്ത് പറയേണ്ട ഒരു കാര്യങ്ങൾ പറയാതിരിക്കാൻ വയ്യ. നമ്മളൊരു സാധാരണ
3 പ്രാവശ്യം ഓരോ വർഷവും യൂസ് ചെയ്യാം. അതിന്റെ ടോട്ടൽ ഫീ ആണ് 9,999 പ്ലസ് GST എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഗംഭീര കൈയടി ഫോർ ദ ടീം ബിഹൈൻഡ് വോക്കാസ്റ്റേ കൾച്ചർ. വി വിൽ വൈൻഡ് അപ്പ് വിത്ത് എ ഫോട്ടോ ഷൂട്ട് വിത്ത് ദ ഡ്രീം ടീം. അവർ നമ്മുടെ ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി കൂടെ നിന്ന് ഭാവനയും നിഖിലും എല്ലാവരും ചേർന്ന് ഡയറക്ടർ ബോർഡ്സ് ഒരു ഫോട്ടോ ഷൂട്ട് കൂടെ നമുക്ക് ഈ ഒരു വോക്കാസ്റ്റേ കൾച്ചർ ലോഞ്ച് നമുക്ക് പൂർണ്ണമാക്കാം. ഒരാളെ കൂടി ഞാൻ ഈ വേദിയിലേക്ക് വിളിക്കാൻ ആഗ്രഹിക്കുകയാണ്. മലയാള സിനിമയിൽ ഈ ഒരു അടുത്തൊരു 4-5 വർഷം എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ എനിക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്ത ലോകം സിനിമ മുതൽ വളരെ ഗംഭീരമായ ക്യാരക്ടേഴ്സ് ഉണ്ട് നമ്മുടെ കൂടെ വിനീതന്റെ കൂടെ ഞാൻ ഈ വേദിയിലേക്ക് കൂടെ കൂട്ടാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒരു ഗംഭീര കൈയടി. ഗംഭീര ആർട്ടിസ്റ്റാണ്. സിനിമ രണ്ടും ടൈം കണ്ട ആൾപോലും മനസ്സിലാവും. മലയാളത്തിലെ അതോടൊപ്പം തന്നെ I would like to call upon GCC India Trade Ambassador Shiaz Hassan to kindly come over to the stage. A round of applause to this gentleman. He is the GCC India Trade Ambassador. അതോടൊപ്പം തന്നെ I would like to call upon മലയാള സിനിമയുടെ പ്രൊഡ്യൂസർ, ആക്ടർ, പ്രൊഡക്ഷൻ കൺട്രോളർ എല്ലാമായ ശ്രീ വാദുക്കെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. Let's hear from Sri Shiaz Hassan. വളരെ സന്തോഷമുള്ള ദിവസമാണ്. ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി ശ്രീ സുരേഷ് ഗോപി, മറ്റ് വിശിഷ്ടാതിഥികൾ, 2 കാര്യങ്ങളാണ് ഇന്നത്തെ ദിവസം ഇവിടെ സ്പെഷ്യൽ ആകുന്നത്. ഒന്ന്, ഏകദേശം 3-4 വർഷം കൊണ്ടുള്ള ഒരു ഹാർഡ് വർക്കാണ് ഇന്നിവിടെ സാധ്യമായത്. ഇതിൽ 2-3 പേർ 2-3 വർഷത്തോളം ഇതിന്റെ പുറകെ ഹാർഡ് വർക്കായിട്ട് റിസർച്ചിലും ഇവരുടെ സ്വന്തം റിസോർട്ടുകളിലാണ് ഈ വെക്കാസ്റ്റേ സാധ്യമാകുന്നത്. പുറത്തുനിന്നുള്ളതല്ല, സ്വന്തം റിസോർട്ടുകളാണ്. ഈ വെക്കാസ്റ്റേയുടെ പ്രസക്തി എന്താണെന്ന് വെച്ചാൽ കേരളത്തിലേക്ക് വരുന്ന ടൂറിസ്റ്റുകളുടെ എണ്ണം കോവിഡിന് ശേഷം 2023 2 കോടിക്ക് മേലെ ടൂറിസ്റ്റുകളാണ് കേരളത്തിലേക്ക് എത്തിയത്. ഇനിയുള്ള വർഷങ്ങളിൽ അത് കൂടുതൽ തന്നെ ചെയ്യും. ഇവിടെ വിജയത്തിന് എന്റെ എല്ലാ അഭിനന്ദനങ്ങളും പറഞ്ഞുകൊണ്ട് ഞാൻ പറയുന്നു. നന്ദി, നമസ്കാരം. Thank you, Shiaz. Welcome. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട് ഈ വേദിയിലെത്തുമ്പോൾ. കാര്യം വെക്കാസ്റ്റേയുടെ കുറേ കാര്യങ്ങൾ എനിക്ക് അറിയാവുന്നതാണ്. കുറേ കാര്യങ്ങൾക്ക് അതിൻ്റെ കൂടെ നിന്നിട്ടുള്ള ആളാണ് സുരേഷാൻ്റെ. അതുപോലെ ഇപ്പോൾ ഷിയാസും നമ്മൾ സിനിമ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നരിവേട്ട എന്ന് പറഞ്ഞാൽ സിനിമ ഫീൽഡിൽ പറ്റിയതാണ്. അവർ ഈ വെക്കാസ്റ്റ എന്ന് പറഞ്ഞ ഈ സ്ഥാപനം എല്ലാവിധ വിദ്യാശംസകളും. നമസ്കാരം. വെക്കാസ്റ്റേ എൻ്റെ എല്ലാവരും എൻ്റെ സുഹൃത്തുക്കളാണ്. സ്റ്റാഫുകളായാലും എൻ്റെ പാർട്ട്നേഴ്സായാലും. ഇത് സ്റ്റാർട്ട് ചെയ്തെങ്കിലും തന്നെ 3-ാമത് രാജാക്കാട് ഞാൻ സുഹൃത്തുക്കൾ താമസിക്കുന്നത്. രാവിലെ വെക്കാസ്റ്റേയുടെ താറുകൊണ്ട് ഞങ്ങൾ ഓഫോട് പോയി. അത് അനുഭവമായിരുന്നു. അപ്പോൾ എല്ലാവിധ ആശംസകളും എന്താ പറഞ്ഞു. Thank you. Now we will have a photo session with the Minister, Sujana. എല്ലാവരും join. For Wakaste Culture, the Honorable Central Minister, the dignitaries, the Director Board members, Wakaste Culture is here to stay, as our superstar says. ഒരു നല്ല കൈയടി for this moment.
man with many solutions to everything. See? So this is for everyone with the camera. Say cheese. For Vikas Day Culture, the official launch is done with the Central Minister, with Bhavana, with Nikla Vimal, with Major Ravisa, with the Director Board members now joining the dais. Thank you so much, everyone. Thank you for being so wonderful. I wish you all the best to Vikas Day Culture. അപ്പോൾ എത്രയും പെട്ടെന്ന് താർ റോക്സിൽ കയറാനായിട്ട് ആരൊക്കെയാണെന്നുള്ള ഒരു പ്ലാൻ ചെയ്യും. താങ്ക് യു. Director board members മാത്രം വെച്ചിട്ട് just a photo shoot. Like